ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അലർജീസിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്കറിയാം ആസ് പെർ അവർ ഷെഡ്യൂൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ ടെക്നിക്സിനെ പറ്റി പഠിച്ചു. ജനറലി ഉള്ളത് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ സ്പെസിഫിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഹൈജീൻ പ്രാക്ടീസസാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്ന് നമ്മൾ മെൻസ്ട്രൽ ഹൈജീനെ പറ്റി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് മാനേജിങ് അലർജീസ് എഫക്റ്റീവ്ലി. ഓക്കെ, അപ്പം അലർജീസും നമ്മളെ ക്ലെൻലിനെസ് കൊണ്ട് വഷളാവുന്ന കേസസ് ഉണ്ടാവലുണ്ട്. അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് അലർജീസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള പല ടൈപ്പ് ഉണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ചാണ് നമ്മൾ നോക്കുന്നുള്ളൂ. ഫുഡ് അലർജീസ്, റെസ്പിറേറ്ററി അലർജീസ്, അതേപോലെ സ്കിൻ അലർജീസ്. റെസ്പിറേറ്ററി അലർജീസിൽ ഡസ്റ്റ്, പൊള്ളൻ അലർജീസ് ഉണ്ട്. പെറ്റ് അലർജീസുമാണ് നമ്മൾ നോക്കുന്നത്. ഫേസ്റ്റ്ലി ഫുഡ് അലർജീസ്. അപ്പം ഫുഡ് അലർജി നമുക്ക് പേരുന്ന തന്നെ മനസ്സിലാകും. ഓരോരുത്തർക്കും ഓരോ അലർജികളാണ് ഉണ്ടാകുക. അത് ചിലർക്ക് ചില ഫുഡ് പറ്റുന്നുണ്ടാവും, ചിലർക്ക് അത് പറ്റുന്നുണ്ടാവില്ല. നമ്മളെവിടെയൊക്കെ ഫുഡ് അലർജി കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് പ്രസൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് അലർജി പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മെയിനായിട്ടും ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരുണ്ട്. ഗ്ലൂട്ടൻ പറഞ്ഞാൽ ഈ വീറ്റ്, ഗോതമ്പ് ഐറ്റംസിലുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി പൊടിക്കുന്ന മില്ലിൽ തന്നെ നമ്മൾ അരി കാര്യങ്ങൾ പൊടിച്ചാൽ ഇവർ നോർമലി എന്താ ചെയ്യുക വെച്ചാൽ ഈ അലർജിക് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യും. അപ്പം ഈ അവോയ്ഡ് ചെയ്യുന്ന ഫുഡ് എന്താവും ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവ പറഞ്ഞ മില്ലുകളിൽ വെച്ചിട്ടാണ് കൂടുതലും കണ്ടാമിനേഷൻ നടക്കുക. ഇവർക്ക് ഗോതമ്പ് തട്ടാനേ പാടില്ല, വീറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവർ അരിഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക, മറ്റേത് അവോയ്ഡ് ചെയ്ത് നിർത്തും. പക്ഷേ ഈ കഴിക്കുന്ന അരി ഇവിടെ ഗോതമ്പും കാര്യങ്ങളൊക്കെ പൊടിച്ച് വെച്ച മില്ലിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് ക്രോസ് കണ്ടാമിനേഷൻ വരും. ആ ഗോതമ്പിൻ്റെ ചില പൊടികളൊക്കെ എന്തായിട്ട് പടർന്നിട്ടുണ്ടാവും, ഈ പറഞ്ഞ അരിപ്പൊടിയിലേക്കൊക്കെ പടർന്നിട്ടുണ്ടാവും. അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ വരും. അപ്പം മെയിനായിട്ട് എന്താ വെച്ചാൽ അത്രയും വിജിലൻ്റ് ആണ് ഒരു സാധനം കഴിക്കുമ്പോൾ. ഓക്കെ, അത്രയും അലർജൻ സേഫ്റ്റി വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത കമ്പനികളോ ബ്രാൻഡുകളോ നോക്കിയിട്ട് വേണം ഇവരിത് കഴിക്കാൻ. അതുപോലെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ്, പാത്രങ്ങൾ, യൂട്ടൻസിൽസ്, സർഫസസ് ഇങ്ങനത്തെ ഒക്കെ സൂക്ഷിച്ചിട്ട് വേണം. ക്രോസ് കണ്ടാമിനേഷന് അവോയ്ഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം, ഫുഡ് അലർജി ഉള്ളവർ ഭക്ഷണം ശ്രദ്ധിക്കുക, അത് കഴിക്കേണ്ടത്. പിന്നെ ഉള്ളത് റീഡിങ് ലേബിൾസ്. ചില ഫുഡുകളിൽ നമ്മൾ ജനറലി ചില ഫുഡ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പാലുൽപ്പന്നങ്ങളോ മുട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളോ വരേണ്ടതാവില്ല. പക്ഷേ എന്ത് ഉണ്ടാവും അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് കാണും, മിൽക്കും എഗ്സും ഉണ്ടാകാം എന്നുള്ളൊരു ഇൻഫർമേഷൻ കാണും. ക്രോസ് കണ്ടാമിനേഷന് ചാൻസ് ഉള്ള സ്ഥലം ആയതുകൊണ്ടാണത്. അപ്പോൾ അങ്ങനത്തെ അലർജി ഇൻഫർമേഷൻ എപ്പോഴും ലേബിൾസിൽ ചെക്ക് ചെയ്യാം. വാഷിംഗ് ഹാൻഡ്സ്, പ്രോപ്പർലി ഫുഡൊക്കെ കഴിക്കണേ മുന്നേ വാഷ് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരും, കുറച്ചൊക്കെ റിയാക്ഷൻസ് എന്താക്കാൻ പറ്റും, കുറക്കാൻ പറ്റും. ഇനി റെസ്പിറേറ്ററി അലർജീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലീനിങ് എൻവറോൺമെൻറ്റിൽ ഉള്ള ഡസ്റ്റ്, വാക്യൂമിങ് ചെയ്യുമ്പോഴുള്ള സമയത്തുള്ള പ്രോബ്ലംസ്, അതൊക്കെ ഈ ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടിയെടുക്കണം. അതേപോലെ വാക്യൂം ചെയ്യുക. ബെഡിങ് ഒക്കെ, ചില ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക. ആ ഡസ്റ്റും പൊള്ളനൊക്കെ പരിസരത്തുള്ളത് കുറക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗ്ഗം അതാണ്. പിന്നെ എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ അടിഞ്ഞു മൂടി കിടക്കണതിന് പകരം ഇടയ്ക്കിടയ്ക്ക് എയർ പ്യൂരിഫയേഴ്സ്, അതേപോലെ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കി ഇട്ടാൽ തന്നെ എന്ത് വരും, ഉള്ളിൽ സർക്കുലേഷൻ വരുമ്പോൾ പ്യുവർ എയർ കടന്നു വരും. പേഴ്സണൽ ക്ലെൻലിനെസ്സും അതേപോലെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ പോലെ പുറത്തൊക്കെ വന്നു പോയി പൊള്ള എന്ന് പറയുന്ന സാധനം ചെടികളിൽ നിന്ന് വരുന്ന ഒരു പൊടിപടലാണ്. ഓക്കെ, അപ്പോൾ ആ സാധനം പ്ലസ് ഡസ്റ്റ് പാർട്ടിക്കിൾസും പുറത്തുനിന്നൊക്കെ നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ വേഗം തന്നെ ഡ്രസ്സും ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയാൽ എന്ത് വരും, പിന്നെ അത് അലർജിക് ആവുന്നതിന് പകരം ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് പെറ്റ് അലർജീസ്. ഓക്കെ, ഒന്ന് ഡസ്റ്റും പൊള്ളൻ അലർജി നമ്മൾ പറഞ്ഞാൽ, ഇനിയുള്ളത് പെറ്റ് അലർജീസാണ്. അതിൽ പെറ്റ്സിൻ്റെ രോമങ്ങൾ കൊഴിഞ്ഞിട്ടുള്ള അലർജീസ് ഉണ്ടാകും. അതേപോലെ അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കേസാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ ഓൾറെഡി വളർത്തേണ്ട പെറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക പെറ്റ്സിനെ. അതേപോലെ അവർ ഈ മൃഗങ്ങളെ തൊട്ടാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വാഷ് ചെയ്യുക ഹാൻഡ്സൊക്കെ. പിന്നെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ക്ലീൻ ചെയ്യുക. പെറ്റിൻ്റെ ബെഡ്, പെറ്റ് നിൽക്കുന്ന കാർപ്പറ്റ് കാര്യങ്ങൾ എല്ലാം ക്ലീൻ ചെയ്യാം. അതേപോലെ ഡാൻഡർ റിമൂവ് ചെയ്യുക. ഡാൻഡർ പറഞ്ഞാൽ കൊഴിഞ്ഞു പോണ രോമങ്ങളുണ്ടാവും. നോർമലി കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ, അത് നമ്മൾ കോംബ് ചെയ്ത് വാർന്നെടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ റെഗുലർലി ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ എന്താവും, ആ കൊഴിച്ചിൽ നിന്ന് പോകും. പിന്നെ അവിടെയും ഇവിടെയും ആ സാധനം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇനിയുള്ളതാണ് സ്കിൻ അലർജീസ്. സ്കിൻ അലർജീസിനെ അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
ഹൈപ്പോ അലർജനിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്കിൻ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അപ്പോൾ തന്നെ ഒരു സ്കിൻ ബാരിയർ ഉണ്ടാകും. ഈ പറഞ്ഞ എക്സെം അഥവാ ചൊറിച്ചിൽ, ഡെർമറ്റൈറ്റിസും ഒരു തരം ചൊറിച്ചിലാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ മോയ്സ്ചറൈസിങ് ചെയ്താൽ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്ക്രാച്ചിങ് അവോയ്ഡ് ചെയ്യുക വെച്ചാൽ സ്കിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൂടുതൽ ചൊറിഞ്ഞിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത രീതിക്ക് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ജനറൽ അലർജി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ജനറലി ഉള്ള മെത്തഡ്സ് ആണ്. അതിൽ ഒന്ന് എന്നതാണ് നാച്ചുറൽ ഇറിഗേഷൻ. ഇത് നമ്മൾ വീടുകളിലൊക്കെ ചിലവർ ചെയ്യുന്നതാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വിത്ത് ഒരു നീല മൂടി വെച്ചിട്ടുള്ളൊരു നോസിൽ കാണും. ഇതിനായിട്ടുള്ള ബോട്ടിൽസ് അവൈലബിൾ ആണ്. ക്ലീൻ വാട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഡസ്റ്റ് ആൻഡ് അലർജൻ പൊള്ളനൊക്കെ ഉള്ളവരാണ് ഇത് ചെയ്യുക, അതിൻ്റെ അലർജി ഉള്ളവരാണ് ചെയ്യുക. അത് വെള്ളം ഉള്ളിലോട്ട് മൂക്കിലോട്ട് വലിച്ച് കയറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്ന കേസാണ് ഉണ്ടാവുക. അപ്പോൾ കംപ്ലീറ്റ് നേസൽ ക്യാവിറ്റി ക്ലീൻ ആയി പോകും. പക്ഷേ ഹൈജീനൊക്കെ ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്തോ ഇൻഫെക്ഷൻ വരാനും ചാൻസസ് ആണ്. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ശേഷം ഷവർ ചെയ്യുക, അതേപോലെ ക്ലോത്തൊക്കെ മാറ്റിയിട്ട് ഈ ഔട്ട്ഡോർ അലർജനും പൊള്ളനും ഒക്കെ അവോയ്ഡ് ചെയ്യാനുള്ള മെത്തഡ്സ്, പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ ഫ്രീക്വൻറ്റ് ഹാൻഡ് വാഷിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തരത്തിലുള്ള അലർജനുള്ള അങ്ങനത്തെ എന്തെങ്കിലും സർഫസൊക്കെ തൊട്ടാൽ, നല്ല പൊടിയുള്ള സ്ഥലങ്ങളൊക്കെ തൊട്ടാൽ എന്ത് ചെയ്യുക, വേഗം പോയി വാഷ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ. സോ ദാറ്റ്സ് ഓൾ വിത്ത് അലർജി മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ നോക്കിയത് ജനറലി ഒന്നുള്ളതൊന്ന് പറഞ്ഞു. റെസ്പിറേറ്ററി അലർജീസിൽ ഡസ്റ്റ് ആൻഡ് പൊള്ളൻ അലർജനും പറഞ്ഞു, പെറ്റ് അലർജി നമ്മൾ പറഞ്ഞു, പിന്നെ ഫുഡ് അലർജീസിൻ്റെ പ്രിക്കോഷൻസ് നമ്മളെടുത്തു. നമ്മൾ മെയിനായിട്ട് നോക്കണം, പല തരത്തിലുള്ള അലർജീസ് ഉണ്ട്. ഇത് ചിലർ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ചില അലർജീസ് പെട്ടെന്ന് ഡെവലപ്പായി വരുന്നതുകൊണ്ട് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ഫുഡ് അലർജിക്കൊക്കെ ആവുന്ന കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചെമ്മീനൊക്കെ അങ്ങനത്തെ ചില കേസസ് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനത്തൊക്കെ ശ്രദ്ധിക്കുക. ഇനി അലർജിക്കായിട്ടുള്ളവർ എന്ത് ചെയ്യുക, അലർജിക് ഫുഡ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക, അതിനോടുള്ള സമ്പർക്കം കുറക്കുക. അതാണ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കാണാൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. താങ്ക് യു.